ഏത് നടന്ന ശബ്ദം എന്ന് പറയുന്നുണ്ടോ? അല്ല ആദ്യം പറഞ്ഞിട്ടാണോ ചെയ്യുന്നതല്ലേ? അതിനുമ്പായിട്ട് ഞാൻ ഒരു ചെറിയ ക്ലൂ തരാം. മലയാള സിനിമയുടെ പഴയ സിനിമയ്ക്ക് ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ഒരു കലാകാരനാണ്. മലയാളത്തിൻ്റെ ഒരു പഴയ താരം. അദ്ദേഹത്തിൻ്റെ രൂപം കൂടെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ പുറകിൽ നിന്ന് മുടിയൊക്കെ മാറ്റിയിട്ട് തിരിഞ്ഞു വരുമ്പോൾ ആ പേര് പറഞ്ഞേക്കുക. കണ്ടമാനം മുടിയുമ്പോൾ മാറ്റാനുണ്ട്. ഒരു 24 പെന്നും കുത്തിരിച്ചൊക്കെ ആകെ അടക്കറായിരിക്കണം. എന്നാലും കുഴപ്പമില്ല, സെറ്റാക്കി കൊടുക്കാം. കണ്ടോ? അപ്പോൾ ജീവിക്കാൻ വേണ്ടി മുടി വരെ വളർത്തുന്ന ഒരാളാണ്. നല്ലൊരു കയ്യിൽ കൊടുക്കുക. നല്ലൊരു മുടിക്കൊരു കയ്യിൽ കൊടുത്തോളി. നല്ലൊരു കയ്യടി. യെസ് എടി ഇതാ വരുന്നേ. ഇതാരാന്നൊന്ന് ഗസ് ചെയ്യണ്ട. നമ്മുടെ കുതിരവട്ടം പപ്പുമായിട്ട് ഇപ്പൊ വരിക നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നല്ലൊരു കയ്യിൽ കൊടുത്തേക്കണം കേട്ടോ. യെസ് ഇതാ വരുന്നു വിനോദ് പൊന്നാനിയിൽ നിന്ന് കുതിരവട്ടം പപ്പു. സമയം നോക്കട്ടെ. നിന്റെ നാവിന്റെ തുമ്പത്ത് വരെ സൂക്കടില്ല മോനെ. എന്താണ് മോനെ? ഞാൻ ആദ്യം ഓടിച്ച കല്യാണം കഴിച്ചു അവൾ ഓടിച്ചോടെ കൂടെ ഒളിച്ചോടി പോയി. പിന്നെ രണ്ടാമത് വേറെ കെട്ടി അവൾ വേറെ കൂടെ ഒളിച്ചോടി പോയി. പിന്നെ ഇപ്പോഴത്തെ കെട്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞപ്പോ കല്ലിന്റെ കേട്ടില്ല. ഒറ്റം കണ്ട് തന്നില്ല. കല 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 അനക്കൊന്നുള്ള ബസ്സോടുള്ള കിട്ടൂല, ലോറിയുള്ള കിട്ടൂല. നമ്മളെ ടാക്സി വിളിയാണ്. താങ്ക് യു. അപ്പൊ എന്തായാലും വിനോദിന് ടാക്സിയുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ അടുത്തൊരു പ്രോഗ്രാം 10 മണിക്ക് ഇവിടെയാണ് ചാലിശ്ശേരിയോ ആനക്കര ഒരു പ്രോഗ്രാം വെയിറ്റിംഗിലാണ്. അപ്പൊ വിനോദിന് ടാക്സി ഇവിടെ വെയിറ്റിംഗിലാണ്. അപ്പൊ നമുക്ക് വിനോദ് പൊന്നാനിക്ക് നല്ലൊരു കൈ കൊടുക്കാം. കൂട്ടല്ലൂരിന് നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് എന്റെ കൊച്ചടിയെ നമുക്ക് യാത്രയാക്കിയാണ്. താങ്ക് യു. നമുക്ക് വീണ്ടും കാലിക്കറ്റ് സ്റ്റാർ ഓർക്കസ്ട്ര